ഓരോരുത്തർക്കും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കാൻ പറ്റുന്ന ചില മക്കാമുകളെ പരിചയപ്പെടുത്താം. കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് കൊല്ലൂർ വില കൊച്ചുതങ്ങൾ ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് വാഴക്കുല നേർച്ചയാക്കിയാൽ നിങ്ങൾ എന്ത് വിഷയമാണോ മനസ്സിൽ കരുതിയത് അത് നടന്നു കിട്ടുന്നതാണ്. വേങ്ങര കോയപ്പാപ്പയുടെ മക്കാമിലേക്ക് പഞ്ചസാര, പഴം, കോഴിമുട്ട എന്നിവ നേർച്ചയാക്കാവുന്നതാണ്. വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് മൊഹിയുദ്ദീൻ പള്ളിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന വറുത്ത അരി ഉപ്പാപ്പ എന്ന മക്കാമിലേക്ക് വറുത്ത അരി കൊണ്ട് ഉള്ള പല വിഭവങ്ങൾ നമുക്ക് നേർച്ചയാക്കാവുന്നതാണ്. മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ സയ്യിദ് സ്വാലിഹ് ജമലുല്ലൈലി തങ്ങൾ നൊസ്സൻ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാന്റെ ഹദറത്തിലേക്ക് മങ്കൂസ് മൗലിദ് നേർച്ചയാക്കിയാൽ ഒരുവിധ കുടുക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് പരിഹാരമാകുന്നതാണ്. മണത്തല ഷഹീദ് മഷ്ഹൂർ ഹൈദ്രോസുകുട്ടി മൂപ്പർ അവരുടെ ഹദറത്തിലേക്ക് എണ്ണ, ചന്ദനത്തിരി എന്നിവ നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. തമിഴ്നാട് ആറ്റാങ്കര സയ്യിദ് അലി ഫാത്തിമ ഉമ്മച്ചയുടെ ഹദറത്തിലേക്ക് പാലും പഴവും നേർച്ചയാക്കിയാൽ ഈ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. കൊല്ലം ഏരൂർ അടുപ്പുപാറ മസൂദ് വലിയ മഹദറയിലേക്ക് അരിപ്പത്രിയും കോഴിയിറച്ചിയും നേർച്ചയാക്കിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. കൊല്ലം ആയൂരിലെ പെരിങ്ങല്ലൂർ മക്കാമിലേക്ക് വാഹന സംബന്ധമായ വിഷയത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയാൽ തന്നെ കാര്യം നടന്നു കിട്ടുന്നതാണ്. മമ്പുറം തങ്ങളുടെ യാറം മൂടിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ഒരു കുല പഴം നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. പടച്ച തമ്പുരാനാകുന്ന മഹാനായ ഈ ചക്രവർത്തിക്ക് ഈ നാട് മുഴുവൻ നോക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഓരോ പ്രദേശത്തേക്ക് ചില ഗവർണർമാരെ നിശ്ചയിക്കുന്ന പോലെ ചില ആളുകളെ നിശ്ചയിച്ചിട്ട് ചില അധികാരവും കൊടുത്തിരിക്കുന്നു. പഠിച്ചവന് ബുദ്ധിമുട്ടായതുകൊണ്ടേ അതിനാണ് അല്ലാഹ് പറയുന്നത് നിങ്ങൾ അല്ലാഹനെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് പറ്റിയ അമളിയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. ഇപ്പൊ തന്നെയാട്ടോ, ഓരോ പ്രദേശത്തേക്ക് ഓരോ ഖബർ, ഓരോ ഔലിയ, ഓരോ കാര്യത്തിന് ഓരോ ഔലിയ. ഇതുപോലത്തെ ഒരു വിശ്വാസം അന്നുണ്ടായിരുന്നു. അതിന് അള്ളാഹു മറുപടി പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഒന്നുമല്ല. വലാ യൗദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. വലാ യൗദുഹു ഹിഫ്ളുഹുമാ, ആകാശങ്ങളെയും ഭൂമികളെയും സംരക്ഷിക്കുക, കാക്കുക എന്നുള്ളത് അള്ളാഹുവിനൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. വഹുവൽ അലിയ്യുൽ അലീം, റഹ്മാനായ റബ്ബ് നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ ഉന്നതനാണ്, മഹാനാണ്. നിങ്ങൾ ആ റബ്ബിനെ മനസ്സിലാക്കുക, റബ്ബിനെ പഠിക്കുക, പരിചയപ്പെടുക. എങ്കിൽ നിങ്ങൾക്ക് ഈ അന്ധവിശ്വാസം വരികയില്ല. 360 ചില്ലാനം ബിംബങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫതഹിന്റെ ദിവസത്തില് കഅബത്തിന്റെ ഉള്ളിൽ നിന്നും വലിച്ചെറിഞ്ഞതെങ്കിൽ നമ്മള് മുസ്ലിംകളുടെ ഇന്ന് എത്ര ദൈവങ്ങളുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതെ, അന്ന് കഅബത്തിനുള്ളിലുള്ള ബിംബങ്ങള് ഔസ് ഗോത്രത്തിനൊന്ന്, ഹസ്റജ് ഗോത്രത്തിനൊന്ന്, ബനു നളീറിനൊന്ന്, അതേ പ്രകാരം തന്നെ മഴക്കൊന്ന്, വിവാഹത്തിന് അന്വേഷിക്കാൻ ഒന്ന്, കച്ചവടത്തിന് യോജിക്കാൻ വേണ്ടി മറ്റൊന്ന്, അങ്ങനെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റൊന്ന്, അങ്ങനെ ഗോത്രങ്ങൾ എണ്ണിയിട്ട് വിഷയങ്ങൾ എണ്ണിയിട്ടായിരുന്നു ദൈവങ്ങളെങ്കിൽ ഇതുപോലെ പ്രസവിക്കാതിരുന്നാലോ ഏർവാടിയിൽക്ക് അവിടെ ചെന്ന് താമസിച്ച പ്രസവിക്കുന്ന ബുദ്ധി ഭ്രമമുള്ള ആളുകളും അങ്ങോട്ട് തന്നെയാണ്. കളവ് നടന്നാല് ഇപ്പൊ ഇന്നത്തെ പത്രം നോക്കിയപ്പോ മനസ്സിലായി ബുദ്ധിഭ്രമമുള്ള ആളുകളും പോലുണ്ട്. ഇന്നിപ്പം എവിടേക്ക്? മൊനമ്പത്തേക്ക്. നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ? മൊനമ്പത്ത് ചെന്നാല് ബുദ്ധിഭ്രമമുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിഭ്രമം മാറും എന്നുള്ളതാ അപ്പൊ മനസ്സിലാകുന്നത്. പണ്ട് ഞാൻ കഥ വായിച്ച് കുട്ടികളെ, ഈ ചെറിയ പുസ്തകം ഉണ്ടല്ലോ, ചെറിയ കുട്ടികളെ, ബാലരമ, ഒരാള് ബുദ്ധി ഉണ്ടാൻ എന്താ മരുന്ന് എന്ന് ചോദിച്ചു. അങ്ങനെ അന്വേഷിച്ച ഒരാള് പറഞ്ഞ്, ഈ കടപ്പുറത്തിന്റെ ഒരു മുക്കോൻ ഓന്റെ അടുത്ത് പോയാല് ഓൻ പറഞ്ഞു തരും. അങ്ങനെ ആ മുക്കോൻ തെരഞ്ഞു ചെന്ന് മുക്കോൻ പറഞ്ഞു കൊടുത്ത്, ഇനി ദിവസം ഓരോ കൊട്ടൻ ഐലന്റെ തല തിന്നണം. അതിനെന്താ ചെയ്യാ? അതിന് ₹1 അവിടെ കൊണ്ടുതരുന്ന ഒരു തല ഞാൻ തരും. ശരി, ഇവൻ ഒരു ദിവസം ₹1 കൊണ്ടുകൊടുത്ത് ഒരു തല വാങ്ങിക്കൊണ്ടുവന്ന് അത് തിന്ന്, പിറ്റേ ദിവസം വേറെ ₹1 കൊണ്ടുകൊടുത്ത്, അങ്ങനെ കുറെ ദിവസം അങ്ങനെ തിന്നിട്ട് ഒരു ദിവസം ചന്തേക്കൂടെ പോകുമ്പോ എന്താ അയിലേക്ക് വില എന്ന് ചോദിച്ചു. അയിലേക്ക് ₹1 കൊന്ന്. അന്ന് അവൻ അവിടെ ചെല്ലിയിട്ട് പറഞ്ഞ്, ഇവിടുന്ന് ഒരു തലക്ക് മാത്രമാണല്ലോ എന്നോട് ₹1 വാങ്ങുന്നത്, ചന്തയിൽ ഞാൻ വില ചോദിച്ചപ്പോൾ അയിലേക്ക് തന്നെ ₹1. ഇതാ കണ്ടോ കണ്ടോ, ഒപ്പം ബുദ്ധി ഉണ്ടാകുന്നുണ്ട്, കണ്ടോ എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. ഇതുപോലെ ബുദ്ധിഭ്രമമുള്ള സ്ത്രീകളൊക്കെ അവിടെ ചെന്ന് ആ ബുദ്ധി ഉണ്ടാകും എന്നിപ്പൊ പത്രം നോക്കിയപ്പോ മനസ്സിലാകുന്നുണ്ട്. ഒക്കെ മനസ്സിലായല്ലോ ആളാരാന്ന്. ഇതുപോലെ ബുദ്ധിഭ്രമമുള്ള ആളുകൾക്ക് ഒരു സ്ഥലം. അതുപോലെ ഔലിയാക്കന്മാരെങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പാമ്പിന്റെ ഉപദ്രവം ഉണ്ടായാൽ റിഫായി ഷെയ്ഖിന് അത്ര നേർച്ച തരാ. ഓരോന്നിനും ഓരോ ഷെയ്ഖിനാ.
കാരണം അവരൊക്കെ അതിന്റെ സ്പെഷ്യലിസ്റ്റുകളാന്നാണ് വെപ്പ്. എന്നാ കൂട്ടരെ, ഇതെല്ലാത്തിനും കൂടി കഴിയുന്ന ഒരു പടച്ചോനുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാ എല്ലാവരും അവിടെ ഏൽപ്പിച്ചാ പോരെ. അതാ ഞങ്ങൾ പറയുന്നത്. സുബ്ഹാനല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏതൊരു രക്ഷിതാവിന്റെ കയ്യിലാണോ രാജാധിപത്യമുള്ളത്, അവൻ അനുഗ്രഹത്തിന്റെ സങ്കേതമത്രേ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സന്താനങ്ങളെ നൽകാൻ കഴിവുള്ളവനാണ്. രോഗം മാറ്റാൻ കഴിവുള്ളവനാണ്. വയറുവേദന മാറ്റാൻ കഴിവുള്ളവനാണ്. പാമ്പിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ തരാൻ കഴിവുള്ളവനാണ്. അങ്ങനെ എന്തെന്ത് ഉപദ്രവങ്ങളുണ്ടോ ആ മുഴുവൻ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ തരാൻ കഴിവുള്ളവനായ മലിക്കുൽ ജബ്ബാറായ രക്ഷിതാവ്, അവനോട് വിളിച്ചു പ്രാർത്ഥിക്കുക. ആ റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിക്കുക. അവന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക. ഇതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്ന ദൈവങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കഴിവൊക്കെ ഉണ്ട് എന്നാര് പറഞ്ഞ്? തെളിവുണ്ടോ? ആ തെളിവുണ്ട്. തെളിവ് വേഗം ഉണ്ടാകുമല്ലോ. ഇല്ലെങ്കിൽ എന്താക്കും? ഇബ്ലീസ് ഉണ്ടായി കൊടുക്കും. പണ്ട് മലപ്പുറം നേർച്ചക്ക് മരുന്നിന്റെ പണിയെടുത്തപ്പോ ഒരു ഭാഗം മുഴുവൻ ഒരാളെ ബന്ധു ചെയ്യുന്ന മരുന്ന് കത്തിയിട്ടേ, വെടിമരുന്ന്. അപ്പൊ ഒരാള് പറഞ്ഞു, ഓ ശുഹദാക്കളെ ബർക്കത്ത് കൊണ്ട് ഒട്ടാകെ ബന്ധിലട്ടോ, മരിച്ചില്ല. കേട്ടാ വിചാരിക്കല്ലോ ഇപ്പം പകുതി ജീവനായിക്കുന്ന ശുഹദാക്കൾക്ക് വലിയ ഇട്ടാണ്. ആ ഭാഗത്തേക്ക് ജനങ്ങൾ ചിന്തിക്കൂല. ആ ബർക്കത്തിനുള്ള ശുഹദാക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പം പോയത്. പിന്നെന്തിനാ ഇവൻ കത്തീൻ? ആ ഭാഗത്തേക്ക് ചിന്തിക്കൂല. സ്നേഹമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സർവശക്തനായ അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, തന്റെ ഇടം തന്നിട്ടുണ്ട്. ഈ ബുദ്ധി ഉപയോഗിച്ച്, തന്റെ ഇടം ഉപയോഗിച്ച് ആ റബ്ബിനെ മനസ്സിലാക്കുക. ആ റബ്ബിന്റെ മുഴുവൻ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുക. അവനുള്ള യാതൊരു വിശേഷണങ്ങളെയും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അഥവാ അവനല്ലാത്ത ആളുകൾക്ക് അംഗീകരിക്കാതിരിക്കുക. പലപ്പോഴും നമുക്ക് പേടി തോന്നും, പഠിച്ചോനെ ഇങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യേ. അതെ, ഇബ്ലീസ് പേടി ഉണ്ടാക്കും. ഇതൊക്കെ പറയുമ്പോഴേ വലിയ പേടി ഉണ്ടാക്കും. കാരണം തന്നെയല്ല, ഈ ശൈഖന്മാരൊക്കെ വിട്ടാൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഓഫർ പഠിച്ചോണ്ടിരുന്നോട്ട് കിട്ടൂല. അങ്ങനുണ്ട് തകരാറ്. ആ ഈ പിന്നെ ബദ്രീത്തി ചെല്ലിയാല് അല്ലെങ്കിൽ മൊയ്തീമാല പാടിയാലൊക്കെ കിട്ടുന്ന ഓഫറുകൾ ഉണ്ടല്ലോ, അത് പഠിച്ചോന്റെ അടുത്ത് കിട്ടൂല. അതുകൊണ്ടാ പഠിച്ചോന്റെ അടുത്തേക്ക് ആളെ കിട്ടാത്തത്. ആ ഇത് ഓരോരുത്തർക്കും പറ്റിയ വിധത്തിൽ ഇങ്ങനെ ഓഫർ ചെയ്യലാണല്ലോ ഓരോ കാര്യങ്ങള്. ഉദാഹരണമായിട്ട് ഇപ്പോ ബദരീങ്ങൾക്ക് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മാലയാണ് ബദർമാല. ആ ബദർമാലയിൽ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാ പറയാ. ഉദാഹരണമായിട്ട് ഇപ്പൊ ആണുങ്ങളെ പറ്റി പറഞ്ഞാല് പൊതുവില് പുരുഷന്മാര് എപ്പോഴും സാമ്പത്തിക വിഷമത്തിലായിരിക്കും. കടവും ബുദ്ധിമുട്ടും അതും തിടുക്കും ഒക്കെ ആയിട്ടായിരിക്കും. എന്നാല് അതിന് ബദർമാല പാടിയാൽ ഫായിദണ്ട് എന്നാ. ആ അല്ലലുമീ ഗന്ധേ കാടത്തീരാകപ്പെട്ടോ റസിമാവൂരത്താൽ കാടം വീടും എന്നോവർ. പിന്നെ ഓൻ അതിന്റെ വയ്യ പോകല്ലോ കടം വീടി കിട്ടുകയാണെങ്കിൽ. ഇത് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാവൂല. കാരണം അവർക്ക് സാമ്പത്തിക വിഷമം പുരുഷന്മാർ അത്ര ഒന്നും മനസ്സിലാവൂല. അവർക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അവരോട് പറയാ. എന്താണ്? ഗർഭം, പ്രസവം, പ്രസവവേദന, കുട്ടികളെ പോറ്റുക, ഈ ജാതി കാര്യങ്ങൾ അവരോട് പറയാ. അതെ, പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറക്കാത്ത വേദന, അത്രയും വലിയൊരു രംഗം. അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്ക് സഹായം വേണോ? വിളിച്ചോളി. നോവുമീ ഗന്ധുള്ള പേറ്റി വരുത്തത്തിൽ ഇന്റെ സഹാബികൾ പേരുകൾ ചൊല്ലുകിൽ കുറിമുടിയും മൂനം പള്ള തന്നിന്ന് കുട്ടി പിറക്കലിൽ ശക്കില്ല എന്നോവർ. പെണ്ണുങ്ങൾക്ക് ഇച്ഛയായില്ലേ? പ്രസവവേദന ഉള്ള സമയത്ത് ഇതങ്ങോട്ട് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് കുട്ടി പ്രസവിക്കുന്ന. ഇങ്ങനെ ഓരോരുത്തർക്ക് പറ്റിയ വിധത്തില് ഓഫറുകൾ നൽകിക്കൊണ്ടാണ് ഷിർക്കിലേക്ക് ആളത്തെടിക്കുന്നത്. നിങ്ങൾ നോക്കി, അള്ളാന്റെ ഖുർആൻ 300 പ്രാവശ്യം ഓതിയാല് കടമ്പ് ഇടൂന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രസവിക്കുന്നുണ്ടോ? ഇല്ല. അതിന് ഓരോന്നിന്റെ മാർഗം എടുക്കണം. ഇതല്ല സർവരോഗ വിനാശിനി.
ഷിർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചന്തയിൽ മരുന്ന് നിൽക്കുന്നുണ്ടല്ലോ നിങ്ങള്, സർവ്വരോഗ വിനാശിനിയാണ് ഒരേ സാധനം. അതുപോലെ യഥാർത്ഥ തൗഹീദിനും അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിനും ഫലം ദുനിയാവിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം ആ കാര്യങ്ങളെല്ലാം, ഈ ഓഫറുകളെല്ലാം കള്ള ഓഫറുകളാണെന്ന് മനസ്സിലാക്കുകയും ഈ കറാമത്തുകൾ എന്ന് പറഞ്ഞാൽ കറാമത്തിനെ നിഷേധിക്കുന്നവരാണ് മുജാഹിദീങ്ങൾ എന്ന് പറയും. അല്ല, കറാമത്തുകളുണ്ട്, മുഅ്ജിസത്തുകളുണ്ട്, അതിലെല്ലാം വിശ്വസിക്കുന്നവരാണ് മുജാഹിദീങ്ങൾ. പക്ഷേ ഈ കറാമത്ത് വിൽപ്പന നടത്തുന്ന ഔലിയാക്കന്മാരുടെ കറാമത്തിൽ നമുക്ക് വിശ്വാസമില്ല എന്നേ പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കറാമത്തുകൾ കെട്ടിപ്പറഞ്ഞ് മനുഷ്യന്റെ വിശ്വാസത്തിനെ പിഴപ്പിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്ത് അള്ളാഹുവിനെ ഖുർആനിലൂടെ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ റസൂലിലൂടെ മനസ്സിലാക്കി, ആ റബ്ബിന്റെ മുമ്പിൽ മാത്രം ആരാധനകൾ അർപ്പിക്കാൻ, പ്രാർത്ഥനകൾ അർപ്പിക്കാൻ, വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കാൻ വേണ്ടി നാം തീരുമാനിക്കുക. തീർച്ചയായും നാം പിഴച്ചു പോവുകയില്ല. അപ്പോഴാണ് നാം പറയുന്നത് സത്യമാകുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു, സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യം ഉൾക്കൊണ്ട് ആ സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് ആ സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.